വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് നാടകവുമായി രംഗത്തെത്തുന്നു. അങ്ങാടിക്കുരുവികൾ എന്ന നാടകമാണ് അവതരിപ്പിക്കുന്നത്. ജീവൻ സാജ് രചിച്ച് രാജീവൻ മമ്മിളി സംവിധാനം ചെയ്യുന്ന നാടകത്തിന്റെ പൂജ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ നടത്തി. ഈരഴത്തേക്ക് നടുനീളം NSS കരയോഗ ഹാളിൽ റിഹേഴ്സൽ ആരംഭിച്ചു. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് സജീവമാകുന്നത്. പീപ്പിൾസ് തിയേറ്റേഴ്സ് ഒരു നാടകവുമായി രംഗത്തെത്തുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കി അങ്ങാടിക്കുരുവികൾ എന്ന നാടകമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ജീവൻ സാജ് രചിച്ച് രാജീവൻ മമ്മിളി സംവിധാനം ചെയ്യുന്ന നാടകത്തിന്റെ പൂജ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ നടന്നു. ഈരേഴത്തേക്ക് നടുനീളം NSS കരയോഗ ഹാളിൽ റിഹേഴ്സൽ ആരംഭിച്ചു. നാടക സംവിധായകൻ രാജീവൻ മമ്മിളി ഭദ്രദീപം കൊളുത്തി നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇത് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് വീണ്ടും കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ അരങ്ങുകളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനെ അരങ്ങിലേക്ക് എടുത്തു വെക്കുക എന്ന് പറയുന്നത് മലയാള നാടക ചരിത്രത്തെ, അതിൻ്റെ സ്പന്ദനങ്ങളെ വളരെ ആഴത്തിൽ ഉൾക്കൊണ്ടുവേണം എന്നുള്ള ഒരു വലിയ വെല്ലുവിളി നമുക്ക് മുൻപിലുണ്ട്. ഒരു ഭയത്തോടുകൂടി തന്നെയാണ് പീപ്പിൾസിൻ്റെ നാടകങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്. ഞാനിപ്പോൾ കേരളത്തിൽ ചെയ്യുന്ന മറ്റ് നാടക സമിതികളൊക്കെ ഞാൻ സ്ഥിരമായി നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമിതികളാണ്. ഈ വർഷവും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷവും ഒക്കെ ഞാൻ ചെയ്ത നാടകം കളിക്കുന്ന ഒരു സമിതിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അത്രയും ഒരു സമ്മർദ്ദം ഉണ്ടാവാറില്ല. കാരണം അതൊരു ഒഴുക്കിലൂടെ സഞ്ചരിക്കുന്ന ഒരു രീതി കാലങ്ങളായിട്ടുള്ളതുകൊണ്ട്. ഞാനത് പറയാൻ കാരണം മലയാള പ്രൊഫഷണൽ നാടകവേദി അല്ലെങ്കിൽ മലയാള നാടകരംഗത്ത്, പ്രൊഫഷണൽ അല്ല മലയാള നാടകരംഗത്ത് ഏറ്റവും കൂടുതൽ ദീർഘവീക്ഷണമുള്ള ഒരു പ്രതിഭയായിരുന്നു CG എന്ന് പറഞ്ഞാൽ. മലയാള നാടകവേദിയുടെ രചനാരംഗത്തേക്കും സംവിധാന രംഗത്തേക്കും ചെറുപ്പക്കാർ കടന്നു വരും. അവർ ചിലപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചവരാവും, അല്ലെങ്കിൽ മറ്റു രീതിയിൽ അമേച്ചർ രംഗത്ത് മികവ് കാട്ടിയവരാവും. അവരായിരിക്കും മലയാള നാടകവേദിയുടെ പുതിയ ദിശ ഇനി വരച്ചു കാട്ടാൻ പോകുന്നത്. പാരമ്പര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. ഇത്തരം മാറ്റങ്ങൾ മലയാള നാടകവേദിയിൽ ഉണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച CGയുടെ ആ പ്രവചനം തന്നെയാണ് പിന്നീട് നാടകവേദിയിൽ കണ്ടത് എന്നത് ഒരു കലാകാരൻ്റെ ദീർഘവീക്ഷണത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രശസ്തിയിൽ നിന്ന പീപ്പിൾസ് തിയേറ്റേഴ്സ് പുനർജനിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ വളരെ സന്തോഷം തോന്നി. 70കളിൽ ആ സമിതിയിൽ അഭിനയിക്കാൻ തുടങ്ങി. 8 വർഷത്തോളം ആ സമിതിയിൽ അഭിനയിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു എളിയ നടനാണ് ഞാൻ. CG സാറിൻ്റെ ശകാരങ്ങളും തലോടുകളും ഒരുപാട് അനുഭവിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ മഹാഭാഗ്യമായി എനിക്ക് ഇന്നും കൊണ്ടു നടക്കുന്ന ഒരു എളിയ കലാകാരൻ. CG സാറിനെ കുറിച്ച് നിരവധി ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ വളരെ ഗൗരവമായിട്ടുള്ള പ്രമേയങ്ങൾ എടുത്തുകൊണ്ടാണ് നാടകങ്ങൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രമേയത്തിൻ്റെ ഗൗരവം കൊണ്ട് തന്നെ നാടകങ്ങൾക്ക് പൊതുവിൽ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ഈ നാടകത്തിലും വളരെ നമ്മൾ ശ്രദ്ധിച്ചും എന്നാൽ കാണാതെ പോയതും ആയിട്ടുള്ള ഒരു ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഈ നാടകത്തിലൂടെ പറയുന്നത്. അതെന്താണെന്ന് ഞാനിവിടെ വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നാടകത്തിലൂടെ നിങ്ങൾ കാണണം. എനിക്ക് ഈയൊരു സമിതി കായംകുളം പീപ്പിൾസ് എന്നതുപോലെ KPAC പോലെ അത്രയും പേരുകേട്ട ഒരു സമിതിയുടെ പേരിനോട് ചേർത്ത് ജീവൻ സാജ് എന്നുള്ള എൻ്റെ പേര് എഴുതി ചേർക്കാൻ വന്നത് തന്നെ ഒരു വലിയ സൗഭാഗ്യമായിട്ട് കാണുന്നു. കരയോഗം പ്രസിഡന്റ് രാമചന്ദ്രൻ പിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നാടകകൃത്ത് ജീവൻ സാജ്, കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ സ്ഥാപകനായ CG ഗോപിനാഥിന്റെ മക്കൾ അഡ്വക്കേറ്റ് CG സുരേഷ് ബാബു, ലതിക, MK രാജീവ്, ചെങ്കിളിൽ രാജൻ, മഞ്ജു അനിൽ, രോഹിത് പിള്ള, രാജേഷ് ഉണ്ണിച്ചേത്ത്, സജു പാർത്ഥസാരഥി, ശ്രീജിത്ത് പത്തിയൂർ, സത്യൻ വള്ളികുന്നം, നൂർനാട് പ്രദീപ്, തിരുവല്ല ബാബുരാജ്, വേണു ദേവനന്ദനം, ഗിരീഷ് കാർത്തിക് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.